അല്ല അത് അഹങ്കാരിയായ അജ്ഞാനിയായ ക്രൂര മൃഗമായ മനുഷ്യന്റെ കോൺസെപ്റ്റാ. അവനുണ്ടാക്കിയതാ അത്. ഈ ഫുഡ് സൈക്കിൾ ഉണ്ടാക്കിയത് മനുഷ്യനാ, കുജ്ഞാനി. ജ്ഞാനി ഒരിക്കലും, ജ്ഞാനി എന്താ പറയാ, ഒരു ശവം, അത് ശവമാണ്. ശവക്കറി എന്ന് പറയുന്നത് പോലും തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ വിമർശിക്കാറുണ്ട്. ശവത്തെ തിന്നുന്നവൻ ശവം തീനിയാണ്. സോറി, അത് ശവമാണ്. ബിസ്മി ചൊല്ലി അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും കൊടുത്ത് കോഴിയെ കൊല്ലുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുമ്പോൾ ആ പാപം തീരൂ? അങ്ങനെ ഒരിക്കലും ചെയ്യുന്നത് ഇരട്ടി പാപമാണ്. തല കുലുക്കി കഴിഞ്ഞത് അതിന്റെ സമ്മതമാണോ? എല്ലാം അസത്യമാണ് മോളെ, എല്ലാം അശാസ്ത്രീയത, എല്ലാം പാപം നിറഞ്ഞ ശാപാഹാര. ഗുരുദേവൻ ചോദിക്കുന്ന ചോദ്യം, പശുവിന്റെ പാല് കുടിക്കുമ്പോ പശുവിന്റെ ഇറച്ചി തിന്നാൽ എന്താന്ന് ചോദിക്കുമ്പോ, അമ്മയുടെ പാല് കുടിച്ചിട്ടല്ലേ വളർന്നത്, മരിച്ചപ്പോ കുഴിച്ചിടുക ചെയ്തത് അതോ വെട്ടി തിന്നുകയാണോ ചെയ്തത് എന്നർത്ഥം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനുഷ്യനാണ് ഡോമിനേറ്റിംഗ് ക്രീച്ചറായിട്ട് എർത്തിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഭക്ഷിക്കാം എന്നുള്ളൊരു ഇതിലല്ലേ നമ്മൾ പോകുന്നത്? അല്ല, അത് അഹങ്കാരിയായ അജ്ഞാനിയായ ക്രൂര മൃഗമായ മനുഷ്യന്റെ കോൺസെപ്റ്റാ. അവനുണ്ടാക്കിയതാ അത്. ഈ ഫുഡ് സൈക്കിൾ ഉണ്ടാക്കിയത് മനുഷ്യനാ, കുജ്ഞാനി. ജ്ഞാനി ഒരിക്കലും, ജ്ഞാനി എന്താ പറയാ, ഒരു ശവം, അത് ശവമാണ്. അതിലെ ശിവം നഷ്ടപ്പെട്ടു, അതിലെ ദൈവത്വം നഷ്ടപ്പെട്ടു, ജീവൻ എന്ന അമൃതം നഷ്ടപ്പെട്ടു. അത് മൃതാഹാരമാണ്. ഞാൻ മരിച്ചാൽ, സീമ മരിച്ചാൽ സീമയുടെ പ്രാണൻ പോയി കഴിഞ്ഞാൽ സീമ ശവമാണ്. സോ കോഴിയുടെയും പ്രാണൻ പോയി കഴിഞ്ഞാൽ അത് ശവമാണ്. അത് സഹജമായിട്ടും അല്ല മരിക്കുന്നത്. ബലമായിട്ട് കൊല്ലപ്പെടുമ്പോൾ പ്രാണവേദന, പ്രാണസങ്കടങ്ങൾ, ഭയങ്ങൾ, അതിൻ്റെ ടെൻഷൻസ്, ആ തരംഗങ്ങളെല്ലാം അതിലും അതിൻ്റെ ചുറ്റും ഈ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്തിട്ട് അത് പോകുന്നത്. ഇതിനെല്ലാം കാരണക്കാരനായി ഇവൻ. എന്നിട്ട് ആ ശവത്തെയാണ് ഭക്ഷിക്കുന്നത്. ശവക്കറി എന്ന് പറയുന്നത് പോലും തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ വിമർശിക്കാറുണ്ട്. ശവത്തെ തിന്നുന്നവൻ ശവം തീനിയാണ്. സോറി, അത് ശവമാണ് ബേബി. അതിന് ശവത്തെ കറി വെക്കുമ്പോൾ അത് ശവക്കറി എന്നേ പറയാൻ പാടും. മൃതാഹാരമാണത്, മൃതശരീരത്തെയാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ ഈ ടേസ്റ്റ് കൂടുതലായതുകൊണ്ടല്ലേ ടേസ്റ്റ് കൂടുന്നത്? പച്ചക്ക് നിന്ന് നോക്കിയേ, ടേസ്റ്റ് ഉണ്ടോ ബേബി? പച്ചക്ക് തിന്നുന്നില്ല. അതിനെല്ലാം വെജിറ്റേറിയൻ മസാലകൾ കലർത്തി അതിനെ വറുത്ത് കോരി അപ്പോഴല്ലേ ടേസ്റ്റ് വരുന്നുള്ളൂ. എങ്കിൽ അത്രയും അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അത് പ്രോട്ടീൻ തരുന്നു, അതിൽ ബലം തരുന്നു, അത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പച്ചക്ക് തിന്നണം. പച്ചക്ക് തിന്നുന്നുണ്ടോ? അതാണ് പറയുന്നത്. ഒരു ജീവിയെ തിന്നാമെന്ന് പറയുന്നുണ്ട് ശാസ്ത്രം. എപ്പോ ആ മനുഷ്യന് വേറെ ഒന്നും ലഭിക്കാത്ത, അതായത് തൻ്റെ പ്രാണൻ പോവും, ആ ജീവിയേക്കാൾ ഉത്തമോത്തമമായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യന് ഒരുപാട് ചെയ്യാനുണ്ട്, അതിൻ്റെ പ്രാണൻ ആവശ്യമാണ് എന്ന് പറഞ്ഞ് തൻ്റെ സമ്മതത്തോടു കൂടി സ്വയം പ്രാണനെ ഉപേക്ഷിക്കുമ്പോൾ ആ മാംസത്തെ തിന്നാന്നാണ്. അതും വയറു നിറച്ച് തിന്നാന്നല്ല, അടുത്ത ആഹാരം ലഭിക്കുന്നത് വരേക്ക് യാത്ര ചെയ്യാനുള്ള ശക്തിക്ക് എത്ര ഗ്രാം ആവശ്യമാണ് അതേ തിന്നാൻ പാടുന്നുള്ളത്. ശാസ്ത്രമാണിതല്ല, സീമാ സുഭാഷ് പറയുന്നതല്ല. അത്രയും ദിവ്യമായിട്ടുള്ള ഈ നോളജ്. അതാണ് വെജിറ്റേറിയൻ ആവുക എന്ന് പറഞ്ഞാൽ, എന്നാൽ ശരി അവർക്കൊന്നും ജീവനില്ലെന്ന് വെച്ചാൽ, ഒരു വെണ്ടയ്ക്ക പൊട്ടിച്ചുകൊണ്ട് തക്കാളി പൊട്ടിച്ചുകൊണ്ട് അത് മരിക്കുന്നുണ്ടോ? ആ ചെടി വീണ്ടും വീണ്ടും ആയിരക്കണക്കിന്, അതിൽ വിത്തുകൾ ആയിരക്കണക്കിന് വെണ്ടക്കായകൾ നമുക്ക് തരും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മളൊരു ചെടിയുടെ അത് മുറിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും 100ഓളം ശാഖകളായിട്ടും ഉപശാഖകളായിട്ടും വീണ്ടും കിളിർത്ത് വരിക. ഇല പൊട്ടിക്കും തോറും വീണ്ടും വീണ്ടും അമച്ചു വരും. അതേപോലെ നമ്മൾ ഒരു മരത്തെ കൊല്ലുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഒരു മരത്തിനെ, അതേ സമ്പൂർണ്ണ വളർച്ച എത്തിയത്, അത് ഭൂമിക്ക് തണലാണ്, അത് ഈ ഭൂമിയിൽ ആവശ്യമാണ്. അതായത് ആ ഡിവൈൻ ബാലൻസ് സിസ്റ്റം, അതിനെ ബാലൻസ് ചെയ്യാനും മരങ്ങൾ ആവശ്യമാണ്, ആ പ്രാണവായു ആവശ്യമാണ്, ആ ഓക്സിജൻ ആവശ്യമാണ്. സോ അതിനെ കൊല്ലുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഒരു മരത്തിനെ വെട്ടുന്നതിന് മുമ്പ് ആവശ്യം പറയണം. പെരുന്തച്ഛൻ പറയുന്ന പോലെ, പെരുന്തച്ഛൻ പറഞ്ഞില്ലേ, നീ സമ്മതം ചോദിച്ചോ, മോനോട് ചോദിക്കുന്നുണ്ട്. അതായത് ആവശ്യം പറയണം, എന്നിട്ട് അതിൻ്റെ അനുവാദം ചോദിക്കണം, എന്നിട്ട് ഭൂമിയുടെ കടം വീട്ടാനും ആ മരത്തിൻ്റെ കടം വീട്ടാനുമായിട്ട് 2 ചെടികൾ നട്ടുപിടിപ്പിക്കുക വേണം. നമ്മൾ കിടക്കുന്ന കട്ടിലും മരത്തിൻ്റെ വാതിലുകളും ജനലുകളും ഇരിക്കുന്ന കസേരകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇരട്ടി നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിച്ചെങ്കിൽ മാത്രമാണ് അതിലിരിക്കുമ്പോഴും അതിൽ കിടക്കുമ്പോഴും നമുക്ക് സമാധാനം ലഭിക്കൂ. അല്ലെങ്കിൽ അത് ശാപമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ശാപമായിട്ടുള്ള, ശാപം നിറഞ്ഞ ആഹാരം തിന്നുകൊണ്ട് മോക്ഷം കിട്ടുമെന്ന് ഒരിക്കലും ആരും ഈ ജന്മത്തില്, തതുപരി ജന്മങ്ങളിൽ തിരിച്ചറിവോടുകൂടി, അരേ ഇത്രയും കഷ്ടങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെ അരുത്, നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. മഹാകരുണ എന്ന് പറഞ്ഞിട്ടുള്ള ദിവ്യലക്ഷണം. അതായത് എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് കരുണയുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ വളർത്തുന്ന പട്ടിക്കുട്ടിയോടും പൂച്ചക്കുട്ടിയോടും പക്ഷിക്കുഞ്ഞിനോടും എനിക്ക് സ്നേഹമുണ്ട്. മറ്റുള്ള ജീവികളൊന്നും എൻ്റെ കരുണയ്ക്ക് അർഹരല്ലേ? മറ്റുള്ളവർക്കൊന്ന് സ്നേഹം വേണ്ടേ? അവർക്കൊരു സ്നേഹ ബന്ധമുണ്ട്, അവരുടെ നിസ്സഹായതയുണ്ട്. അതിൻ്റെ മുകളിൽ ബലമുള്ളവൻ ആക്രമിക്കപ്പെടുമ്പോൾ ബലമുള്ളവൻ ബലഹീനനായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബിസ്മി ചൊല്ലി അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും കൊടുത്ത് കോഴിയെ കൊല്ലുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുമ്പോൾ ആ പാപം തീരൂ? അങ്ങനെ ഒരിക്കലും ചെയ്യുന്നത് ഇരട്ടി പാപമാണ്. എന്താ വെച്ചാൽ അതിനൊരു വിശ്വാസം കൊടുക്കുകയാണ്. അതിന്
അതായത് മരിക്കാൻ പോകുന്നവന് ഭക്ഷണം കൊടുത്തവന് ഇറങ്ങില്ല, അത് വിഷമായി, അവൻ ഓൾറെഡി വിഷമായി. ഇപ്പൊ എന്നെ തൂക്കിലിടാൻ വിധിച്ചു മോളെ, എന്നെ ഇപ്പൊ അടുത്ത 1 മണിക്കൂറിൽ എന്നെ കൊല്ലപ്പെടും. എനിക്ക് ഇഷ്ടമുള്ള സമ്പൂർണ്ണ സദ്യ, വെജിറ്റേറിയൻ സദ്യ, അല്ലെങ്കിൽ ഒരു 4 കൂട്ടം പായസം കൊടുത്തു ഞാൻ 1 ഇഞ്ച് പോലും കഴിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള സിസ്റ്റം മൊത്തം ഭയം, ജീവിക്കാനുള്ള കൊതി, പേടി കൊണ്ട് കംപ്ലീറ്റ് അസ്തവ്യസ്തമായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ കോഴി അത് തിന്നുന്നാണോ എന്ന് വിചാരിച്ച് ബിസ്മി ചൊല്ലിയാൽ അത് കോഴി അത് തിന്നോ? കോഴി ഒരിക്കലും, ഇപ്പൊ ഈ ആടുകളുടെയൊക്കെ പോത്തിൻ്റെയൊക്കെ തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ സമ്മതം കിട്ടിയാലേ കൊല്ലാൻ പാടൂ എന്നുള്ളതുണ്ട്. അതെങ്ങനെ? അത് സ്വയം സമ്മതിച്ചതിന്റെ പ്രാണനെ ഉപേക്ഷിക്കണമെന്നാ. മുഖത്തേക്ക് ഇങ്ങനെ ബക്കറ്റും കൊണ്ട് വെള്ളം കിട്ടി ശക്തിയായിട്ട് ഒഴിക്കുമ്പോ അതെന്ത് ചെയ്യും? തല ഇങ്ങനെ കുലുക്കുകയാണ്. അല്ലാതെ എന്നെ കൊന്നോന്ന് സമ്മതമല്ല. തല കുലുക്കി കഴിഞ്ഞാൽ അത് അതിന്റെ സമ്മതമാണോ? എല്ലാം അസത്യമാ മോളെ, എല്ലാം അശാസ്ത്രീയത, എല്ലാം പാപം നിറഞ്ഞ ശാപാഹാര. എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാള്, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഞാൻ നടത്തുമ്പോൾ, എൻ്റെ വീട്ടിൽ മംഗളകരമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ, അമംഗളകരമായിട്ടുള്ള ജീവഹിംസ ചെയ്യുമ്പോൾ ആ ശാപതരംഗങ്ങളാണ് അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ പ്രാണൻ എടുത്ത് അത് ജനിച്ചു, പക്ഷേ എത്രയോ പ്രാണനെ നഷ്ടപ്പെടുത്തി മരണത്തിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അതൊരിക്കലും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല, അമംഗളമാണ്. വരുന്നവർക്ക് മുഴുവൻ ഈ കടിച്ചു വലിക്കാനുള്ളതുണ്ടെങ്കിൽ കല്യാണത്തിന് പറഞ്ഞാൽ വരണ്ട. അങ്ങനെ ഒരു കല്യാണം, വിശ്വകല്യാണത്തിന് മറ്റു ജീവികളെ കൊന്നിട്ട് നടത്തുന്ന കല്യാണത്തിൽ ദിവ്യത്വമില്ല, അവിടെ അനുഗ്രഹമില്ല, ശാപതരംഗങ്ങൾ മാത്രം. അത് തീർച്ചയായിട്ടും ആര് കാരണക്കാരായോ അവരുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കും. എല്ലാം കണക്കാണ് മോളെ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയുടെ കണക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളൊരു ബാങ്കിൽ നിന്ന് 1 കോടി രൂപ വായ്പ എടുത്തു, എന്നിട്ട് നമ്മൾ മാസത്തിൽ സമ്പാദിച്ചിട്ട്, വായ്പ അടയ്ക്കാൻ നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ആ ബാങ്ക് കൊണ്ടിട്ട് സേവ് ചെയ്യാന്ന് വിചാരിച്ചാൽ ബാങ്ക് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും അത്. അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാ? നീ സേവ് ചെയ്താ എങ്ങനെയാ? മുൻപ് ഇത് അടച്ചു തീർക്കുകയെന്ന്. നമുക്കിവിടെ ഒരുപാട് ഫ്രീ വില്ല് തന്നിട്ടുണ്ട് നമുക്ക് ഈ ഭൂമിയിലേക്ക് വരാൻ. ഒരു കോളേജിൽ പോകാൻ ശാസ്ത്രമുണ്ട്, നിയമമുണ്ട്, ഒരു വണ്ടി ഓടിക്കാൻ റൂൾസ് ഉണ്ട്, അതിന് ട്രാഫിക്കിലേക്ക് ഇറക്കാൻ റൂൾസ് ഉണ്ട്, എല്ലാത്തിനും, ഒരു ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ, ടീച്ചർ ആവാൻ, എല്ലാത്തിനും റൂൾസ് ഉണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കാൻ അതിൻ്റെ 10,000 ഇരട്ടി റൂൾസോടെ നമ്മളിവിടെ വന്നേക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ കർമ്മസിദ്ധാന്തത്തിൻ്റെ ആ കണക്കുണ്ടല്ലോ, റെക്കോർഡ് ബുക്ക്, അതിനെ ഹോൾഡ് ചെയ്യും. ആഹാ, എന്ത് ചെയ്യാനാ പോയത്, എന്നിട്ട് നീ എന്താ ചെയ്യുന്നേ? അതെല്ലാം അക്കൗണ്ടിലേക്ക് വീഴും. അതുകൊണ്ടാണ് ജീവഹിംസ നീ ചെയ്തെങ്കിൽ, അതിപ്പോ വെജിറ്റേറിയൻ തിന്നുന്നവരെല്ലാം നല്ലവരാണോന്ന് ചോദിച്ചാൽ, വെജിറ്റേറിയൻ തിന്നാൻ തുടങ്ങി ആഹാരശുദ്ധി വരുത്തുന്ന കാറ്റഗറിയിലേക്ക് പ്രവേശിച്ച ആത്മപരിണാമ സ്ഥിതിയിലുള്ളവരാണ് അവര്. അപ്പൊ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് യൂണിവേഴ്സ് തന്നെ ഈ പറഞ്ഞ പ്രഹരങ്ങൾ കൊടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷെ ഈ നോൺ വെജിറ്റേറിയൻ കഴിച്ച് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന, ഹെൽത്തി ആയിട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നു. ദുഷ്ടനെ പന പോലെ വളർത്തുന്ന പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് താഴെ ഇടുന്നതാണോ ദുഷ്ടത്തരം? അതിന്റെ ഭാരം നിറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അധർമ്മം ചെയ്യുന്നവൻ അധർമ്മത്താൽ ഭക്ഷിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അരുതേ, ധർമ്മോ രക്ഷിത രക്ഷിത. നീ അധർമ്മം ചെയ്യരുത് പൊന്നെ. ജീവഹിംസ മഹാപാപാണ് കേട്ടോ. അഹിംസ എന്ന പരമധർമ്മത്തെ മുറുക്ക പിടിച്ച് സുഖമായിട്ട് ജീവിക്കുക, ഐശ്വര്യമായിട്ട് ജീവിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുക, സർവ്വവിജയങ്ങളോടും കൂടി ജീവിക്കുന്നതാണ് നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുള്ളത്. നമ്മളതെല്ലാം അറിഞ്ഞിട്ട് അധർമ്മം ചെയ്യുമ്പോൾ അധർമ്മത്താൽ ഭക്ഷിക്കപ്പെടുക, രോഗങ്ങളാൽ ഭക്ഷിക്കപ്പെടുക, ശിക്ഷിക്കപ്പെടുക, ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുക. അപ്പോൾ അത് സ്വയം അത് ക്രിയേറ്റ് ചെയ്യാണ്. എങ്ങനെ? ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുഃഖ ദുരിതങ്ങൾ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് തിന്നുമ്പോൾ ഒറ്റ ജന്മം കൊണ്ടത് മാറില്ല. നമ്മൾക്ക് ഈ വാസനാദോഷം എന്നുള്ളത് അതാണ്, മൃഗീയ വാസന. ഏതൊക്കെ മൃഗങ്ങളായിട്ട് നമ്മൾ ക്രൂരത ചെയ്ത് മറ്റുള്ളവരെ കൊന്നു തിന്നിട്ടുള്ള ആ വാസനകൾ വീണ്ടും ഉണർത്തുന്നതാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. നമ്മിലെ മൃഗീയ വാസനകളെ ഉണർത്തും. അതുകൊണ്ടരുത് എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ആ ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് ജീവിക്കേ. അങ്ങനെ ജീവിക്കുമ്പോൾ നിനക്ക് സർവ്വസുഖങ്ങളും ഉണ്ടാവും. അപ്പൊ ഇന്ന് ദുഷ്ടനെ പന പോലെ വളർത്തും പറഞ്ഞാൽ അവനത് മനസ്സിലാവണില്ല. ഈ വാസന സംസ്കാരം കൊണ്ട് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചെറുപ്പം മുതൽ ആ ഡിവൈൻ ഗൈഡൻസ് കിട്ടിയില്ല. പെട്ടെന്നൊരു തവണ മാറ്റുക എന്ന് പറഞ്ഞാൽ വാസന സമ്മതിക്കില്ല, മൈൻഡ് സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കും യൂണിവേഴ്സ്. ഏതെങ്കിലും ഒരു രോഗത്തിലൂടെ, ഏതെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞതിലൂടെ, ഇനി അത് കഴിക്കരുത് കേട്ടോ, കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരം സമ്മതിക്കുന്നില്ല, അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് വരെ ഇവരിത് റിപ്പീറ്റ് ചെയ്യും അവരുടെ ആത്മസ്ഥിതിക്ക്. ഇന്ന് ആയുർവേദം ഉണ്ടല്ലോ. ആയുർവേദം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മോളെ, ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഔഷധ. നിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുവാനും ആരോഗ്യത്തോടു കൂടി സുഖജീവനം ജീവിക്കുവാനുമായിട്ട് നീ ഈ ഔഷധങ്ങൾ, ഈ ഫുഡുകൾ, പഥ്യം സ്വീകരിക്കണം. പഥ്യം എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനേ പാടില്ല.
ഇറച്ചി മീനും കഴിക്കരുത് എന്നുള്ളത് റൂളാണ്. ഇന്ന് ഏതൊരു ആയുർവേദ ഹോസ്പിറ്റൽ, ഐ എം വെരി സോറി, ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റൽ നീ എന്ത് വേണമെങ്കിൽ തിന്നോ, എന്നുവെച്ചാൽ നീ രക്ഷപ്പെടരുത്, നീ ഇറച്ചി മീനും തിന്നോ, കോഴിമുട്ട തിന്നോ, ഈ മരുന്നും കുടിച്ചോ, അപ്പോഴല്ലേ ജീവിതാവസാനം വരെ എനിക്ക് എന്ത് കിട്ടൂ, ബിസിനസ് കിട്ടൂ, അപ്പോഴല്ലേ എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റൂ. നീ രക്ഷപ്പെട്ട് കഴിഞ്ഞ് നീ പഥ്യം സ്വീകരിച്ച് ഇറച്ചി മീനും തിന്നൽ നിർത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഈ മരുന്ന് പണിയെടുക്കും. നിന്റെ ആയുർവേദം, ആയുസ്സിനെ സംബന്ധിച്ചിട്ടുള്ള വേദം അടങ്ങിയിട്ടുള്ള ഈ ഔഷധം കൊണ്ട് നിന്റെ ജീവനും ആയുസ്സും ആരോഗ്യം ഒക്കെ ഉണ്ടാവും. പിന്നെ നീ എന്നെ തേടി വരില്ലല്ലോ. സോ അതുകൊണ്ട് നീ എന്തെല്ലാം തിന്നോ, അതിൻ്റെ ഒപ്പം മരുന്നും കഴിക്കുക. അപ്പൊ പിന്നെ ഒരിക്കലും രോഗി ആരോഗ്യം നേടുന്നില്ലല്ലോ. ഈ മുട്ടയും ഡയറി പ്രോഡക്ട്സും എല്ലാം ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന. തീർച്ചയായിട്ടും മുട്ട തിന്നുന്നവൻ അബോർഷൻ ചെയ്യുന്നതിന് തുല്യമാണ്. അബോർഷൻ, ചട്ടമ്പി സ്വാമി പറഞ്ഞതുപോലെ മുട്ട തിന്നുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അബോർഷൻ എപ്പോഴാണോ നിയമവിധേയമാകുന്നത് അപ്പോൾ നീ മുട്ട തിന്നോ. മുട്ട എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ് നമ്മളതിനെ അബോർട്ട് ചെയ്തിട്ട് കലക്കി ഓംലെറ്റ് അടിക്കുകയാണല്ലോ. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവനോട് പാല് കുടിക്കുന്നുണ്ടല്ലോ നമ്മള്, പിന്നെന്താ പശുവിനെ തിന്നാന്ന് ചോദിച്ചു. പശുവിന്റെ പാല് നമ്മൾ കുടിക്കുന്നില്ലേ, അപ്പൊ എന്താ പശുവിനെ തിന്നാ? ഓ, അമ്മ മരിച്ചോ അതോ ഉണ്ടോ എന്ന് ചോദിച്ചു ഈ പറഞ്ഞ ആളോട്, ഗുരുദേവനെ. അപ്പോ അമ്മയുടെ പാല് കുടിച്ചിട്ടല്ലേ വളർന്നത്, മരിച്ചോ അതോ കുഴിച്ചിട്ടോ അതോ തിന്നോ? കണ്ടോ ഗുരുദേവൻ ചോദിക്കുന്ന ചോദ്യം. പശുവിന്റെ പാല് കുടിക്കുമ്പോ പശുവിന്റെ ഇറച്ചി തിന്നാൽ എന്താന്ന് ചോദിക്കുമ്പോ അമ്മയുടെ പാല് കുടിച്ചിട്ടല്ലേ വളർന്നത്, മരിച്ചപ്പോ കുഴിച്ചിടുക ചെയ്തത് അതോ വെട്ടി തിന്നാണോ ചെയ്തത് എന്നർത്ഥം. മനസ്സിലായോ? അത്രയും ദിവ്യമായിട്ട് അതാണ് ഗുരുദേവൻ പറഞ്ഞത്. മദ്യം കുടിക്കരുത്, ചെത്തരുത്, വിൽക്കരുത്, അത് ആലോചന പോലും ചെയ്യരുത്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവൻ ധർമ്മത്തെ ആചരിക്കില്ല. അതാണ് SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലനമാണ്. ധർമ്മം ഇല്ല അവിടെ. എന്താ വെച്ചാല് കുടിക്കരുത്, ചെത്തരുത്, വിൽക്കരുത്, ആലോചന പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കുടിച്ചവന്, മദ്യപാനിക്ക് ഒരിക്കലും ധർമ്മത്തെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ശവക്കറി തിന്നരുത് എന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലുള്ള അതേ ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്, ഒരു ആട്ടിൻകുട്ടി, ഇതും ദൈവത്തിന്റെ പുത്രനാണ്. നീ നിന്റെ അയൽക്കാരനെ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക പറഞ്ഞാൽ അടുത്ത വീട്ടുകാരനെ മാത്രം സ്നേഹിക്കുക എന്നല്ല, സഹജീവരാശികളെ മൊത്തം. അതുകൊണ്ടാണ് ജീസസ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത്, അതുകൊണ്ടാണ് ജീസസ് ദൈവപുത്രനായത്. മഹാകരുണാമയൻ, സകലരോടും, കൊല്ലുന്നവനെയും തകർത്ത് തരിപ്പണമാക്കിയവനെ പോലും ക്ഷമിച്ച കരുണാമയൻ പറഞ്ഞത് എന്താ? നീയും ഞാനും ദൈവപുത്രനാണ്, ഞാൻ മാത്രം ദൈവപുത്രനാണെന്നല്ല. അപ്പൊ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി, ആത്മാവാണ് പരബ്രഹ്മം, മമാത്മാ സർവഭൂതാത്മ സർവം കൽവിതം ബ്രഹ്മ തത്വമസി. എല്ലാത്തിനും നിറഞ്ഞ് പരബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെ. എൻ്റെ ഉള്ളിലുള്ള പ്രാണനും മോളുടെ ഉള്ളിലുള്ള പ്രാണനും ആ കുട്ടിയുടെ ഉള്ളിലുള്ളതും സകല ജീവരാശി, സകല വൃക്ഷങ്ങളിലും കുഞ്ഞു ഉറുമ്പുകളിലും എല്ലാ കോഴിയിലും ആടിലും പോത്തിലും ഒക്കെ ഉള്ളത് അതേ പ്രാണശക്തി, അതേ ദൈവശക്തി. മമാത്മാ സർവഭൂതാത്മ, സകലത്തിലും ഉള്ളത് ഞാൻ തന്നെ. അതുകൊണ്ട് സർവഭൂതദയ, അത് ദൈവിക ലക്ഷണം, അത് ധർമ്മരക്ഷതി. സർവഭൂതദയ, എല്ലാ ചരാചരങ്ങളോടും ദയുള്ളവനാകുക. അപ്പോൾ ആ ദയ എന്ന ധർമ്മത്താൽ നീ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, നീ വിജയം സാധിച്ചുകൊണ്ടേയിരിക്കും. നീ ചെയ്യുന്ന കർമ്മമാണ് നിന്നെ വിജയിപ്പിക്കുന്നത്, നീ ചെയ്യുന്ന സത്കർമ്മമാണ് നിനക്ക് അനുഗ്രഹം തരുന്നത്. നിന്റെ ദിവ്യമായിട്ടുള്ള പവിത്രമായ തിരിച്ചറിവുകളോടുകൂടി സത്യം പറയുകയും ധർമ്മത്തെ രക്ഷിക്കുകയും അഹിംസയിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നിനക്ക് അനുഗ്രഹങ്ങളുടെ വരങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആരോ വന്ന് നമ്മൾ അനുഗ്രഹിച്ചാലൊന്നും അനുഗ്രഹം കിട്ടില്ല മോളെ. നമ്മുടെ വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കർമ്മം കൊണ്ട് നമ്മളെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. സോ യു ആർ ആൾസോ ഗോഡ്. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ടാണ് ജീവഹിംസ മഹാപാപം, അതുകൊണ്ട് വെജിറ്റേറിയൻ ആവുക. താങ്ക് യു.